ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആസിഫലിയെ കേന്ദ്ര കഥാപാത്രമാക്കി രോഹിത് VS സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ബിഗ് ബജറ്റ് സിനിമയാണ് ടിക്കി ടക്ക. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ടിക്കി ടക്കയുടെ റിലീസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ സമയം പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. നിലവിൽ ടിക്കി ടക്കയ്ക്ക് ഇനിയും 60 ദിവസത്തോളം നീണ്ട ചിത്രീകരണം പൂർത്തിയാക്കാനുണ്ട്. വേറെ തടസ്സങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ വരുന്ന ഡിസംബർ മാസത്തിൽ ടിക്കി ടക്കയുടെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷം 2026 മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ ചിത്രം റിലീസിന് എത്തിക്കാൻ തീരുമാനത്തിലാണ് മൂവി ടീം. ആസിഫലിക്കൊപ്പം വാമിയ ഗബ്ബി, നസ്ലിൻ, ലുക്മാൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് KGF, മാർക്കോ പോലുള്ള വമ്പൻ സിനിമകൾക്ക് മ്യൂസിക് ഒരുക്കിയ രവി ബസ്രൂർ ആണ്. നിർമ്മാണം സിജു മാത്യു. വിഷ്ണു വിശാലിനെ നായകനാക്കി പ്രവീൺ K സംവിധാനം ചെയ്ത ഒരു സൈക്കോ ത്രില്ലർ സിനിമയാണ് ആര്യൻ. ഉടൻ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആര്യൻ എന്ന സിനിമയുടെ കേരള വിതരണാവകാശം ഇപ്പോൾ വേഫെയർ ഫിലിംസിന് വേണ്ടി ദുൽഖർ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 31 തീയതി ആര്യൻ തിയേറ്ററുകളിലേക്ക് എത്തും. നിലവിൽ കേരളത്തിൽ റീ റിലീസ് സിനിമകളുടെ ട്രെൻഡ് ആണല്ലോ. അങ്ങനെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമകളുടെ റീ റിലീസിന് പിന്നാലെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെയും ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം റീ റിലീസിന് ഒരുങ്ങുന്നു. 1994 സുരേഷ് ഗോപിയെ നായകനാക്കി രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത എക്കാലത്തെയും മികച്ച പോലീസ് സ്റ്റോറിയുടെ കഥ പറഞ്ഞ കമ്മീഷണർ എന്ന സിനിമയാണ് റീ റിലീസിന് ഒരുങ്ങുന്നത്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം വരുന്ന നവംബർ മാസത്തിൽ കമ്മീഷണർ 4K റീമാസ്റ്റർ വേർഷൻ തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യ നായകനാക്കി ജിത്തു മാധവൻ ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. സൂര്യ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന സൂര്യ 47 എന്ന ഈ ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് വരുന്ന ഒക്ടോബർ 20 തീയതി ദീപാവലി ദിനത്തിൽ നടത്തപ്പെടുമെന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൂര്യയുടെ തന്നെ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയായ ഴകരം നിർമ്മിക്കുന്ന സൂര്യ 47ന്റെ ചിത്രീകരണം വരുന്ന നവംബർ മാസം മുതൽ കേരളത്തിലെ കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമായി നടത്തപ്പെടും. പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും നിവിൻ പോളി ഒരു ക്യാമ്പസ് മൂവിയിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നു. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ച ഈ നിവിൻ പോളി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വർഷം അവസാനത്തോടുകൂടി ആരംഭിക്കും. ജബ്ല എന്ന വെബ് സീരീസിന്റെ സംവിധായകനായ ബേസിൽ ഗർഷോം സംവിധാനം നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ജൂഡ് ആന്റണിയും നിവിൻ പോളിയും ചേർന്നാണ്. ക്യാമറ ജോമോൻറ്റി ജോൺ, എഡിറ്റിംഗ് ചമൻ ചാക്കോ. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ഇന്ദ്രജിത്ത് സുകുമാരനെ നായകനാക്കി ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്ത ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ധീരം. ഇന്ദ്രജിത്തിനൊപ്പം ദിവ്യാപിള്ള, വിജയരാഘവൻ, റബ മോണിക്ക ജോൺ, അജു വർഗീസ്, നിഷാന്ത് സാഗർ തുടങ്ങി വൻ താരനിര ഒന്നിക്കുന്ന ധീരം മൂവിയുടെ ഒരു ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ധീരം റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഇതിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ പുറത്തു വരും. മാർവൽ കോമിക്സിലെ ഏറ്റവും ജനപ്രിയ കഥാപാത്രങ്ങളിലൊന്നാണ് സ്പൈഡർമാൻ. ടോബി മഗ്യൂർ, ആൻഡ്രൂ ഗാർഫീൽഡ്, ടോം ഹോളണ്ട് തുടങ്ങി ഇവരുടെ 3 പേരുടെയും ഫ്രാഞ്ചൈസികളിലായി 8 സിനിമകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളായി മാറുകയും ചെയ്തിരുന്നു. ഇതിലെ അവസാന ചിത്രമായ സ്പൈഡർമാൻ നോ വേ ഹോം ആഗോളതലത്തിൽ $1 ബില്യൺ കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴിതാ ആനിമേറ്റഡ് സീരീസ് ഉൾപ്പെടെ എല്ലാ സ്പൈഡർമാൻ സിനിമകളും റീ റിലീസിന് ഒരുങ്ങുന്നു. അത് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്പൈഡർമാൻ സിനിമകൾ റീ റിലീസ് ചെയ്യും. ആദ്യം നവംബർ 14 ടോബി മഗ്യൂറിന്റെ ട്രയോളജിയും, നവംബർ 21 ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ഡുവോളജിയും, നവംബർ 28 ടോം ഹോളണ്ടിന്റെ ട്രയോളജിയും റീ റിലീസിനെത്തും. തുടർന്ന് ഡിസംബർ 5 മുതലാണ് സ്പൈഡർമാൻ അനിമേറ്റഡ് സിനിമകൾ റീ റിലീസ് ചെയ്യുക. നിലവിൽ മോളിവുഡിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ദൃശ്യം 3. ഇതിനിടയിൽ പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു, ലാലേട്ടന്റെ ദൃശ്യം 3യും ബോളിവുഡിലെ അജയ് ദേവ്ഗണിന്റെ ദൃശ്യം 3യും ഒരുമിച്ചാണോ റിലീസിനെത്തുകയെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ ചിത്രീകരണം പുരോഗമിക്കുന്ന മലയാളം ദൃശ്യം 3ക്ക് മുന്നേ അജയ് ദേവ്ഗണിന്റെ ഹിന്ദി റീമേക്ക് ദൃശ്യം 3 റിലീസ് ചെയ്യില്ല. ഒറിജിനൽ പതിപ്പിന്റെ ചിത്രീകരണവും റിലീസും കഴിയാതെ റീമേക്കുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പ്രമേയങ്ങളും റിലീസ് ചെയ്യാൻ പാടില്ലെന്ന് ആശീർവാദ് സിനിമാസും സംവിധായകൻ ജിത്തു ജോസഫും ഹിന്ദി നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. കന്നഡത്തിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് സ്വന്തമാക്കിയ ഒരു മിത്തോളജിക്കൽ ആക്ഷൻ ഫാന്റസി സിനിമയാണല്ലോ കാന്താര ചാപ്റ്റർ 1. ചിത്രം റിലീസിന് എത്തിയിട്ട് ഇന്നേക്ക് 4 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. ഈ 4 ദിവസത്തെ കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 16,20,00,000 രൂപയോളം സ്വന്തമാക്കിയ കാന്താര ചാപ്റ്റർ 1ന് ഇന്ന് മാത്രം കേരളത്തിൽ നിന്നും 6 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷനായി നേടാൻ സാധിച്ചത്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 22 കോടി രൂപയോളം കേരള കളക്ഷൻ മാത്രമായി കാന്താര ചാപ്റ്റർ 1 സ്വന്തമാക്കി കഴിഞ്ഞു. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 3 ദിവസങ്ങൾ കൊണ്ട് 210 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് 260 കോടി രൂപയും കടന്നെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദളപതി വിജയിയെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് 2023 പുറത്തുവന്ന മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണല്ലോ ലിയോ. ഇന്നിപ്പോൾ ഒക്ടോബർ 5. ഇതേ ദിവസം 2023 ഒക്ടോബർ 5 തീയതിയായിരുന്നു ലിയോ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ മൂവി ടീം പുറത്തുവിട്ടിരുന്നത്. അതിനാൽ തന്നെ ഇന്ന് ഒക്ടോബർ 5 തീയതി വിജയുടെ ഏറ്റവും പുതിയ സിനിമയായ ജനനായകന്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ജനനായകൻ ടീം. എന്നാൽ റീസെന്റ് ആയി കരൂരിൽ വെച്ചുണ്ടായ ദുരന്തത്തെ തുടർന്നാണ് ജനനായകന്റെ ഫസ്റ്റ് സിംഗിൾ
സിംഗിൾ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ഒക്ടോബർ 20-ന് ദീപാവലി ദിനത്തിൽ ജനനായകന്റെ ഫസ്റ്റ് സിംഗിൾ റിലീസിന് എത്തുമെന്ന് ചില റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖില വിമൽ, അജു വർഗീസ്, രമേശ് പിഷാരടി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഷെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത ഒരു കോമഡി ഫാമിലി മൂവിയാണ് പെണ്ണ് കേസ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തീകരിച്ച പെണ്ണ് കേസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരുന്നു. വരുന്ന നവംബർ മാസത്തിൽ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കല്യാണി പ്രിയദർശൻ ലീഡ് റോളിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയെന്ന റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യം തന്നെ ലോക ചിത്രത്തിന്റെ നേട്ടങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ലോകമെമ്പാട് നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ മറികടന്നത് എമ്പുരാൻ സിനിമയെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ മറികടന്നത് തുടരും സിനിമയെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ, കർണാടകയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ, ആന്ധ്ര തെലങ്കാനയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ, തമിഴ് ഡബ്ബിംഗിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷോ കൗണ്ടുള്ള മലയാള സിനിമ, ലോകമെമ്പാട് നിന്നും ഏറ്റവും കൂടുതൽ ഷെയർ ലഭിച്ച മലയാള സിനിമ, ആദ്യത്തെ 275 കോടി കളക്ഷൻ നേടിയ മലയാള സിനിമ, ആദ്യമായി ബുക്ക് മൈ ഷോയിൽ 1 ലക്ഷം റിവ്യൂസ് വന്ന മലയാള സിനിമ, ആദ്യമായി 2 ലക്ഷം ബുക്ക് മൈ ഷോ വോട്ടുകൾ ലഭിച്ച മലയാള സിനിമ, ആദ്യമായി 50 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ മലയാള സിനിമ, ആദ്യമായി കേരളത്തിൽ 50,000 ഷോകൾ കളിച്ച മലയാള സിനിമ എന്നിങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം നേടി ഇൻഡസ്ട്രി ഹിറ്റ് വിജയമായി ലോകം മാറിക്കഴിഞ്ഞു. ഒരു ബട്ടർഫ്ലൈ എഫക്ട് പോലെ എന്നോണം സകല നേട്ടങ്ങളും നേടിയ ലോകയ്ക്ക് മുന്നിൽ ഇനിയുള്ളത് 300 കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് മാത്രമാണ്. യഷിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് 2018-2022 വർഷങ്ങളിൽ പുറത്തുവന്ന് ഇന്ത്യൻ ഗാങ്സ്റ്റർ സിനിമകളുടെ തന്നെ ബെഞ്ച്മാർക്കായി മാറിയ സിനിമകളാണ് KGF ചാപ്റ്റർ 2. ഇതിൽ തന്നെ KGF ചാപ്റ്റർ 2 പുറത്തിറങ്ങിയത് മുതൽ എന്നാവും KGF ചാപ്റ്റർ 3 ഉണ്ടാവുക എന്നൊരു ചോദ്യമാണ് ആരാധകർ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സാൻഡൽവുഡ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ന്യൂസ് എന്തെന്നാൽ ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച കാന്താര ചാപ്റ്റർ 1 പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി 1000 കോടി എന്ന കളക്ഷൻ ലക്ഷ്യമിട്ട് നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം നടത്തി വരികയാണ്. എന്നാൽ സാൻഡൽവുഡിന് 2000 കോടി കളക്ഷൻ ആദ്യമായി നേടിക്കൊടുക്കുക 2027 വരാനിരിക്കുന്ന KGF ചാപ്റ്റർ 3 ഹോംബാലെ ഫിലിംസ് തന്നെ ആയിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ. എന്നാൽ ഈ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹോംബാലെ ഫിലിംസോ യഷോ പ്രശാന്ത് നീലോ അല്ല. കർണാടകയിലെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണ് ഈ ന്യൂസ് ഇപ്പോൾ ട്രെൻഡിങ്ങിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.